വിഷയത്തിൽ സമീപ കാലത്തൊന്നും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന ഇടതുപക്ഷം ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് വോട്ട് മറിച്ചിട്ടാണ് ഇപ്പോൾ നബീസ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. CPM സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗതികെട്ട തലത്തിലേക്ക് ഒരു കാലത്തും CPM പോയിട്ടില്ല. ആളുകളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രന്മാരെ സ്വാധീനിക്കുക ഇതൊക്കെ നടക്കാറുണ്ട്. പക്ഷെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ പണം കൊടുത്ത് വാങ്ങി ഭരണം നിലനിർത്തേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ CPM. പ്രധാന വിഷയം പൂമലയിലെ ടേക്കർ ബ്രേക്ക് ഉൾപ്പെടെ നിരവധി കോടിക്കണക്കിനുള്ള അഴിമതിയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, നബീസ പ്രസിഡന്റായിരുന്ന ഭരണസമിതിയുടെ കാലത്ത് സുനിൽകുമാർ എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ നടത്തിയത്. അതിനെതിരെ യൂത്ത് കോൺഗ്രസും എല്ലാവരും നിരവധി പരാതികൾ കൊടുക്കുകയും അന്വേഷണം നടക്കുകയും കോടതിയിൽ വരെ കേസായിട്ടുള്ളതാണ്. ഈ അഴിമതി UDF ബ്ലോക്കിൽ അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടക്കുമെന്നും പ്രധാന നേതാക്കളൊക്കെ തന്നെ അകത്താവുമെന്നും ഭയന്നിട്ടാണ് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു മെമ്പറെ വിലക്കെടുത്തുകൊണ്ട് ഭരണസമിതിയിൽ ഇപ്പോൾ നബീസ പ്രസിഡന്റായി വന്നിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്, തികച്ചും അന്യായമായ, CPM വലിയ ധാർമ്മികത പറയുന്ന പാർട്ടിയാണല്ലോ, തികച്ചും അന്യായമായി പണം കൊടുത്ത് എതിർ പാർട്ടിയിലെ ആളെ വിലക്കെടുത്ത് നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ധാർമ്മികതയുണ്ടെങ്കിൽ നബീസ രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാജിവെച്ച് അവർ മാറി നിൽക്കണം. CPMൻ്റെ ധാർമ്മിക പ്രസംഗത്തിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഈ നേടിയ സ്ഥാനം രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.